ഇങ്ങനെ ഈ വർഷത്തെ റംദാൻ മാസവും ഇങ്ങ് വന്നെത്തി. ഈ പുണ്യ റംദാൻ നാളിൽ നമുക്ക് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റുകൾ കണ്ടാലോ? ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടേബിൾ ഡെക്കോറുമായിട്ടാണ്. ഇതിന് ഇതുപോലെ ഒരു ജോമെട്രിക്കൽ മൂണിനെ പ്രിന്റ് എടുക്കുകയോ വരയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. എനിക്ക് വരയ്ക്കാൻ മടിയായത് കാരണം ഞാൻ പ്രിന്റ് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ബാംബൂ സ്റ്റിക്കാണ്. അത് ഈ കാണുന്ന പോലെ ഓരോ ലൈനിൻ്റെ സൈസിലും കട്ട് ചെയ്തെടുത്ത് ആ ലൈനിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് ഒട്ടുകയും ചെയ്യും, നമുക്ക് റിമൂവ് ചെയ്യാനും എളുപ്പമാണ്. ഇത് കുറച്ച് മെനക്കെട്ട പണിയാണ്, എങ്കിലും എനിക്കിത് നന്നായി ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഈ കാണുന്ന പോലെ ഓരോ ജോയിൻറ്റിലും നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിനെ റിമൂവ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ മൂന്നാകുമ്പോൾ സ്റ്റാർ ഇല്ലാതെ എങ്ങനെയാല്ലേ? സ്റ്റാർ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാകും, വളരെ ഈസി അല്ലേ? ഈ കാണുന്ന പോലെ സ്റ്റാറിൻ്റെ ഷേപ്പിൽ ഇതിനെ അറേഞ്ച് ചെയ്ത് വെച്ച് അതിൻ്റെ ഓരോ ജോയിൻറ്റിലും ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കളർ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കാം, അതല്ലെങ്കിൽ ഗോൾഡൻ കളറോ സിൽവർ കളറോ എന്ത് വേണമെങ്കിലും പെയിൻറ്റ് ചെയ്യാം. പിന്നെ റംദാൻ തീമൊക്കെ ആകുമ്പോൾ ഗോൾഡൻ കളറും സിൽവർ കളറും ആകും ഒന്നുകൂടെ നല്ലതെന്ന് തോന്നുന്നു. ഞാനിവിടെ ഗോൾഡൻ കളർ സ്പ്രേ പെയിൻ്റ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. സ്പ്രേ പെയിൻ്റ് ആകുമ്പോൾ പെട്ടെന്ന് പെയിൻറ്റ് ചെയ്യാനും പറ്റും, എല്ലാ മുക്കിലും മൂലയിലും എത്തും ചെയ്യും. പിന്നെ ഈ സ്റ്റാറിന് ഇതിൽ ഹാങ് ചെയ്തിടുന്നത് കാണിക്കാൻ മറന്നു പോയിട്ടോ. നോർമൽ നൂലിലാണ് ഞാനിത് ഹാങ് ചെയ്തിട്ടിട്ടുള്ളത്. നൂലിലോ കമ്പിയിലോ എങ്ങനെ വേണമെങ്കിലും ഇത് ഹാങ് ചെയ്തിട്ടിടാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിനൊരു ബേസ് വേണം. അതിന് വേണ്ടിയിട്ട് ഇതേപോലൊരു ജ്വല്ലറി ബോക്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ജ്വല്ലറി ബോക്സൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ അല്ലേ? പിന്നെ ഇതിൻ്റെ കളറും ആ മൂണിൻ്റെ കളറും കൂടി എനിക്കെന്തോ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതിന് ബ്ലാക്ക് കളറാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബാംബു സ്റ്റിക്കിൻ്റെ ആവശ്യമുണ്ട്. അതുകൂടി ഇതേപോലെ ബ്ലാക്ക് കളറിൽ അടിച്ചെടുക്കാം. ബേസായിട്ട് നമുക്ക് കാർഡ്ബോർഡോ തെർമോക്കോൾ പീസോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ള സൈസിൽ ഈ ബാംബു സ്റ്റിക്കിനെ ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം ഈ രണ്ട് സ്റ്റിക്കിനെയും കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കുക. ആ ഒട്ടിച്ചു വെച്ച സ്റ്റിക്കിനെ ആദ്യം മൂണിലോട്ട് ഒട്ടിക്കുക. മൂണിലോട്ട് ഒട്ടിക്കുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഒട്ടിച്ചു വയ്ക്കാൻ നോക്കണം കേട്ടോ. അതിനുശേഷം അതിനെ നമുക്ക് നമ്മുടെ ബേസിലോട്ട് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാം. ബേസിലേക്ക് സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചു നേരം അത് ഹോൾഡ് ചെയ്ത് വെക്കുന്നത് നന്നാവും, അല്ലെങ്കിൽ ചെരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സംഭവം റെഡിയായി. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടേബിൾ ഡെക്കോറല്ലേ ഇത്. ഇതിന് റിച്ച് ലുക്കും ഉണ്ട് അല്ലേ? ഇന്നത്തെ കാലത്തൊക്കെ ഇതുപോലുള്ള കുറേ ഡെക്കോർ ഐറ്റംസ് പുറത്ത് ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. എന്നാലും നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്ന അതിൻ്റെ ആ ഭംഗി അതിന് ഇത് കിട്ടുമല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനിയും ഇതുപോലുള്ള ക്രാഫ്റ്റുകൾ ചെയ്യാൻ നിങ്ങൾ റെഡിയല്ലേ? എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു റംദാൻ മാസം ആശംസിക്കുന്നു. ഇതിൻ്റെ ലുക്ക് ഒന്നുകൂടെ കൂടുന്നത് എപ്പോഴാണെന്നറിയും? രാത്രിയിൽ ഇതിന് ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂടെ സൂപ്പറാവും. നോക്കി എങ്ങനെയുണ്ട്? ഇപ്പം അടിപൊളിയല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്ത ക്രാഫ്റ്റുമായിട്ട് ഞാൻ വേഗം വരാം കേട്ടോ. Bye.